ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു ടാസ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടാസ്ക് ലിസ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകൾക്ക് നേരെയുള്ള ചെക്ക് മാർക്കിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് ടാസ്ക് കംപ്ലീറ്റഡ് എന്നുള്ള ഈ ഒരു ഡോഗ്നട്ട് ചാർട്ടിലും ബാലൻസ് ടാസ്ക് എന്ന ഈ ഒരു ഡോഗ്നട്ട് ചാർട്ടിലും ടിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാഫ് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതോടൊപ്പം ഡോഗ്നട്ട് ചാർട്ടിലെ സെൻറ്റർ ഭാഗത്തായി ടാസ്ക് ലിസ്റ്റ് പെർസെൻറ്റേജും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഡോഗ്നട്ട് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന പ്ലസ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. ഈ ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടാസ്ക് ലിസ്റ്റ് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളത്തിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ടാസ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു റോകളെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 21 എന്നത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഞാൻ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ശേഷം ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്ത് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ ടാസ്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ 3 റോകൾ സെലക്ട് ചെയ്ത് റോ സൈസ് ഞാൻ അറേഞ്ച് ചെയ്തു. ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ബോൾഡ് ചെയ്തു. സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ചെക്ക് മാർക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഡെവലപ്പർ എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഡെവലപ്പർ എന്നുള്ള ടാബ് നിങ്ങളുടെ PC-യിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ ഹോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിലെ മെയിൻ ടാബ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് താഴെ ഡെവലപ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത ശേഷം താഴെ ഓക്കെ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സലും ഡെവലപ്പർ എന്നുള്ള ടാബ് ഇനേബിൾ ആയത് കാണാം. ഡെവലപ്പർ എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ചെക്ക് ബോക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി ഞാൻ ആ ചെക്ക് ബോക്സ് ഡ്രോ ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ് ഞാൻ റിമൂവ് ചെയ്തു. ശേഷം ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് ഈ ഒരു സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള സെല്ലുകളിലും ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കീബോർഡിൽ Ctrl D എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് ഫോർമാറ്റ് കൺട്രോൾ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ സെൽ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഫസ്റ്റ് ചെക്ക് ലിസ്റ്റിന് നേരെയുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ചെക്ക് മാർക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ലിൽ ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അൺടിക്ക് ചെയ്യുന്ന സമയത്ത് ഫാൾസ് എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ ചെക്ക് ബോക്സിലും സെൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ചെക്ക് ബോക്സ് എല്ലാം ഞാൻ ടിക്ക് ചെയ്തു. ടോട്ടൽ ട്രൂ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ട്രൂ ഡിസ്പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. പ്ലസ് അടുത്ത സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു രീതിയിൽ താഴെയുള്ള സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 10 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ചെക്ക് ബോക്സിൽ അൺടിക്ക് ചെയ്യുന്ന സമയത്ത് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നതും കാണാം. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു സം വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടാസ്ക് ലിസ്റ്റ് എന്നുള്ളത് 10 നമ്പേഴ്സാണ്. അതിനുവേണ്ടി 10 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഹോം ടാബ് സെലക്ട് ചെയ്ത് ജനറൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് പെർസെൻറ്റേജ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ടിക്ക് ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതിനുശേഷം ബാലൻസ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു 1 മൈനസ് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു.
ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് 2 സെല്ലുകളിലും വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഡോഗ്നട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ബ്ലാങ്കായി ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഡോഗ്നട്ട് ചാർട്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്തു. സെലക്ട് ഡാറ്റ സോഴ്സ് എന്ന ഈ ഒരു വിൻഡോയിൽ ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. എഡിറ്റ് സീരീസ് എന്ന ഈ ഒരു വിൻഡോയിൽ സീരീസ് നെയിം എന്നുള്ളത് ഞാനൊരു സാമ്പിൾ ടെക്സ്റ്റ് എൻട്രി ചെയ്യുന്നുണ്ട്. എം എന്ന് ടൈപ്പ് ചെയ്തു. സീരീസ് വാല്യൂ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു കർലി ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത ശേഷം 20 പ്രാവശ്യം 1 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം അവസാന ഭാഗത്ത് കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്തു. ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ നമ്പേഴ്സ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തു. എം എന്ന ഈ ഒരു ടെക്സ്റ്റും ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ഫോർമാറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഷേപ്പ് ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നോ ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ എന്നുള്ളതും സെലക്ട് ചെയ്തു. ഈ ഒരു ഡോഗ്നട്ട് ചാർട്ട് ഞാൻ കുറച്ച് മൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡോഗ്നട്ട് ചാർട്ട് സെലക്ട് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിലായിട്ട് ഫോർമാറ്റ് ഡാറ്റ സീരീസ് എന്ന ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഫിൽ സീരീസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഫിൽ എന്നുള്ള ഭാഗത്ത് സോളിഡ് ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഞാനിവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ ബോർഡർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് വിഡ്ത്ത് സൈസ് ഞാൻ 2.5 എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം സീരീസ് ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഡോഗ്നട്ട് ഹോൾ സൈസ് എന്നുള്ളത് ഞാൻ 65% എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡോഗ്നട്ട് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. സീരീസ് നെയിം എന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ എച്ച് എന്ന് സെലക്ട് ചെയ്തു. സീരീസ് വാല്യൂ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു വാല്യൂ റിമൂവ് ചെയ്ത ശേഷം പെർസെൻറ്റേജ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ 2 സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഡോഗ്നട്ട് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ചേഞ്ച് സീരീസ് ചാർട്ട് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്ന ഈ ഒരു വിൻഡോയിൽ എച്ച് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തിന് നേരെയുള്ള ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ 2 ഡോഗ്നട്ട് ചാർട്ടും കമ്പൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഫോർമാറ്റ് ഡാറ്റ പോയിന്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഫിൽ എന്നുള്ള ഈ ഒരു ഭാഗത്തെ നോ ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ഡോഗ്നട്ട് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് സോളിഡ് ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ കളർ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തു. ശേഷം താഴെ ട്രാൻസ്പെറൻസി എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്പെറൻസി പെർസെൻറ്റേജ് ഞാൻ ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ഗ്രിഡ് ലൈൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വ്യൂ എന്നുള്ള ടാബ് സെലക്ട് ചെയ്തു. ഗ്രിഡ് ലൈൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ അൺടിക്ക് ചെയ്തു. ശേഷം ഈ ഒരു ഡോഗ്നട്ട് ഞാൻ ഈ ഒരു സൈഡിലേക്കായി മൂവ് ചെയ്തു. ചെക്ക് ലിസ്റ്റിൽ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡോഗ്നട്ട് ചാർട്ട് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി ഡ്രോ ചെയ്തു. ഈ ഒരു ബോക്സിനുള്ളിൽ കംപ്ലീറ്റഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ശേഷം ബോൾഡ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് കളറ് ഞാൻ ഡാർക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു. ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഷേപ്പ് എഫക്റ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ബോർഡർ എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ബോർഡർ ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു.
ശേഷം ഈ ഒരു ഡോഗ്നട്ട് ചാർട്ട് ഞാൻ കുറച്ച് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം പെർസെൻറ്റേജ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഷേപ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്തെ സ്ക്വയർ ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി ഞാൻ ഡ്രോ ചെയ്തു. ശേഷം ഈക്വൽസ് ടു പെർസെൻറ്റേജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോൾഡ് ചെയ്തു. ടെക്സ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്തു. ടെക്സ്റ്റ് ഞാൻ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ഷേപ്പ് ഫോർമാറ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഷേപ്പ് ഫിൽ എന്നുള്ളത് നോ ഫിൽ എന്നും ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളത് നോ ഔട്ട്ലൈൻ എന്നും സെലക്ട് ചെയ്തു. ഈ ഒരു ഡോഗ്നട്ട് ഞാൻ മൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു പെർസെൻറ്റേജ് ഈ ഒരു ഡോഗ്നട്ടിൻ്റെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്ന സമയത്തെ ട്രൂ ഫാൾസ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാതിരിക്കാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്ത് സെൽ കളർ എന്നുള്ളത് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. പെർസെൻറ്റേജ് വാല്യൂ സെൽ കളർ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്ന സമയത്ത് ഡോഗ്നട്ട് ചാർട്ട് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. കംപ്ലീറ്റഡ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഡോഗ്നട്ട് ചാർട്ട് പോലെ ബാലൻസ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെയിം രീതിയിൽ മറ്റൊരു ഡോഗ്നട്ട് ചാർട്ട് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ബാലൻസ് പെർസെൻറ്റേജ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു നേരത്തെ മൈനസ് വാല്യൂ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു പോസിറ്റീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡോഗ്നട്ട് ചാർട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സീരീസ് വാല്യൂ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഈ രണ്ട് സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ടാസ്ക് ലിസ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്യുന്ന സമയത്തും അൺടിക്ക് ചെയ്യുന്ന സമയത്തും രണ്ട് ഡോഗ്നട്ട് ചാർട്ടും പെർസെൻറ്റേജ് വാല്യൂവും അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.